ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്ന സമയത്ത് വീട്ടിൽ വന്നിട്ട് ഞാൻ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായമായിരുന്നു വായിച്ചത്. അപ്പൊ നമുക്ക് അതിനകത്തുനിന്ന് നമുക്ക് ഒരു വാക്യം എടുത്ത് നമുക്ക് ചിന്തിക്കാം. അപ്പൊ എന്നെ തൊട്ടത് ആരെന്നാണ് കർത്താവ് അവിടെ ചോദിച്ചത്. ഞാൻ ഈ വചനം വായിച്ചപ്പോ എന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് തൊട്ട ഒരു വാക്യമാണ് എന്നെ തൊട്ടത് ആരെന്ന്. നമ്മളിപ്പോ അവിടെ നിൽക്കുന്ന ആ ഗലീല കടപ്പുറത്ത് 2000 പേരെങ്കിലും കുറഞ്ഞത് കാണും കർത്താവിനെ കാണാനായിട്ട്. കർത്താവ് അതിനു മുന്നേ 5-ാം അധ്യായം 1 വായിക്കുമ്പോൾ നമുക്കറിയാം, അക്കരെ കടന്നുപോയി ലഘുവൻ ബാധിച്ച ഒരു ഭൂതഗ്രഹസ്ഥനെ സൗഖ്യമാക്കിയിട്ട് ഇക്കരയിലേക്ക് വന്നിറങ്ങുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം അവിടെ ആ കർത്താവ് ചോദിക്കുക, ഒരുപാട് ഇത്രയും ജനം തിക്കി തിരികിയിരിക്കുക. പത്രോസ് പറയുന്നുണ്ട് അവിടെ, അനേകര് നിന്നെ തൊട്ട്. അപ്പൊ ഇതിൽ ആരാ നിന്നെ തൊട്ടേന്ന് എങ്ങനെ പറയാൻ പറ്റും എന്ന്. അപ്പൊ നമ്മൾ ആ കൂട്ടത്തിലുണ്ട്. പക്ഷെ ഈ രക്തസ്രാവക്കാരി മാത്രം ആവശ്യബോധത്തോടാണ് ആ കർത്താവിനെ കാണാൻ വന്നത്. ഇന്ന് നമുക്കും ഒരു ആവശ്യബോധം ഉണ്ടാകണം. ഒരാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ, അതാ കർത്താവ് ആ കുരുടനോട് ചോദിച്ചത്, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോന്ന്. നമ്മുടെ ഉള്ളിൽ ഒരു മനസ്സുണ്ടാകണം. എനിക്കൊരു വിടുതൽ പ്രാപിക്കണം. എനിക്കൊരു ഇതിൽ നിന്ന്, ഈ കെട്ടിൽ നിന്നും അല്ലെ ഈ അന്ധകാരത്തിൽ നിന്നും ഒരു അത്ഭുത പ്രകാശത്തിലേക്ക്, ഒരു വെളിച്ചത്തിലേക്ക് എനിക്ക് ഇറങ്ങി വരണം എന്നൊരു ആവശ്യബോധം നമുക്കുണ്ടാകണം. ആ ഒരു ആവശ്യബോധം ആ സ്ത്രീക്കുണ്ടായിരുന്നു. 12 വർഷമായിട്ട് അവർ അനേകരെ, അവരുടെ സമ്പാദ്യം മുഴുവനും അവർക്ക് കാലിയായി. നമുക്ക് എപ്പോഴും ഉള്ളതാണ്, നമ്മുടെ കയ്യിൽ നിറയെ കാശുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ വേണ്ട. നമ്മളെ ഏറ്റവും താഴെത്തട്ടില്, കാശില്ലാതെ വെറും താഴെത്തട്ടിൽ വരുമ്പോഴാണ് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നത്. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കിയേ, നമുക്കൊരു അസുഖം വന്നാൽ ആദ്യം ആരെ വിളിക്കും? ഡോക്ടറെ വിളിക്കും, ഇല്ലേ? ഏറ്റവും നല്ല ഡോക്ടർ ഏതാ? ഏറ്റവും നല്ല ആശുപത്രി ഏതാ? അവസാനം വിളിക്കൂ ആരെന്നറിയോ? ദൈവത്തെ. എപ്പോഴാ? ബില്ല് വരുമ്പോ, അല്ലേ? ബില്ല് വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നത്. അതൊക്കെ ആദ്യമേ നമ്മൾ ദൈവത്തെ വിളിച്ചിട്ട് പോയി നോക്കിയേ, ബില്ല് അത്രയും വരത്തില്ല. വലുതായിട്ട് വരുന്നത് ചെറുതായിട്ട് പോകും. പക്ഷെ നമ്മൾ ആദ്യം വിളിക്കുന്ന, നമ്മളെ ജീവൻ രക്ഷിക്കുന്ന ആരാണ്, ഏത് ഡോക്ടറാണെന്നാ ചിന്തിക്കുന്നത്. ഈ രക്തസ്രാവക്കാരി അതുപോലെ ഏറിയ കാശ് വൈദ്യന്മാർക്ക് കൊടുത്ത ഒരു സ്ത്രീയാ പുള്ളിക്കാരത്തി. നിങ്ങൾ ആ പകുതിയിൽ നിന്ന് ഞാൻ അതിന്റെ ഒത്തുവാക്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല. ഞാനത് അന്ന് വായിക്കുമ്പം എന്റെ ഹൃദയത്തിലേക്ക് വന്നതാ. ഞാനോ അവിടെ ആശുപത്രി പോയിട്ട് വന്നതിന് ശേഷം അന്ന് എനിക്ക് കിട്ടിയ ഒരു വചനമായത്. ഞാനിത് 2-3 പ്രാവശ്യം, ഒരുപാട് പ്രാവശ്യം ഇത് വായിച്ചിട്ടുണ്ട്. പക്ഷെ ആ വചനം വായിച്ചപ്പം എന്റെ ഉള്ളില് പെട്ടെന്ന് വന്നു, അനേകര് തിക്കിത്തിരിക്കി. പക്ഷെ ഒരുത്തി മാത്രം ആവശ്യബോധത്തോട് കർത്താവിനെ ഒന്ന് തൊടണം. അതും ദേഹത്തല്ല, ആ വസ്ത്രത്തിന്റെ തൊങ്കലിലെങ്കിലും ഒന്ന് തൊടണമെന്നല്ല, ആ ഒരു ആവശ്യബോധത്തോട് വന്ന് തൊട്ടപ്പം മാത്രമാണ് അവിടെ വിടുതൽ നടന്നത്. അവരുടെ ആഗ്രഹം, അവളുടെ ഉള്ളിലുള്ള ഒരു വാഞ്ച, അതാണ് അവിടെ നടന്ന വിടുതൽ. അപ്പൊ കർത്താവ് അതാണ് തിരിച്ചറിഞ്ഞ. ബാക്കി അത്രയും പേര് തൊട്ട് ഞെക്കി എന്തെല്ലാം ചെയ്ത് കാണും. നമുക്കറിയാം, ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ കണ്ട എല്ലാരും പോയി, ചിലര് നോവിക്കും, ചിലര് പിച്ചും, എങ്ങനെയൊക്കെയുള്ള പല ഇതുമുണ്ട്. ചിലര് സിനിമാക്കാരെന്ന് പറയുന്നത് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന, അവരെ സ്നേഹം കൊണ്ട് എന്ന് പറയുന്നത്. അപ്പൊ കർത്താവിനെ കണ്ട ഈ ആൾക്കാർ എന്തായിരിക്കും ചെയ്തിരിക്കുന്നത്? നിങ്ങളെന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ അതൊന്നും കർത്താവിന് വിഷയമല്ലായിരുന്നു. വസ്ത്രത്തിൽ തൊട്ടത്, ശരീരത്തിൽ തൊട്ടതുപോലെ കർത്താവ് അറിഞ്ഞിട്ടില്ല. പക്ഷെ ആ വസ്ത്രത്തിൽ, ആവശ്യത്തോടുകൂടി വസ്ത്രത്തിൽ തൊട്ടപ്പോ അത് മാത്രം കർത്താവ് തിരിച്ചറിഞ്ഞു. നമ്മളും ഇന്ന് ആ ഒരു ആവശ്യത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിലാണെങ്കിൽ, നമ്മുടെ ഏത് ആഗ്രഹമാണോ, ഏത് കാര്യത്തിനാണോ നമ്മൾ വിടുതലില്ലാതെ നിൽക്കുന്ന ആ കാര്യം നമുക്ക് ഇന്ന് വിടുതൽ കിട്ടും. വിശ്വാസം, നിന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിന്റെ അളവിലാണ് പ്രവൃത്തി നടക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി നടക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാകണം. ദൈവം ചെയ്യും. ദൈവം തന്ന് അബ്രഹാമിനോട് 75-ാമത്തെ വയസ്സിൽ ദൈവം പറഞ്ഞ ഒരു വാക്കാണ്, നിനക്ക് ഞാനൊരു സന്തതിയെ തരുമെന്ന്. ആ വിശ്വാസമാണ് 25 വർഷക്കാലം അബ്രഹാമിനെ കൊണ്ടു നടന്നത്. ആ വിശ്വാസം ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇന്നൊരു തലമുറ, ഇന്നൊരു രാജ്യമായി മാറി നിൽക്കുന്ന ഒരു വലിയ തലമുറ
ദൈവം അവിടുന്ന് പണിതെടുത്തത്, അബ്രഹാമിനൊരു സന്തതി വന്നതും അതിൽ നിന്ന് വന്ന ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലും അതേ വിശ്വാസം നിറഞ്ഞ ആ വിശ്വാസത്തോടുകൂടി നമ്മൾ കർത്താവേ എന്നൊന്ന് വിളിച്ച, അല്ലെ ഒരു സ്തോത്രം എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് ആ ആവശ്യബോധത്തിന്റെ മേൽ ഒരു സ്തോത്രം ചെയ്ത അവിടെ ഒരു ദൈവപ്രവൃത്തി അന്നേരം നടക്കും. ആ ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങും. സ്തോത്രം എന്ന യാഗം അവിടെ ദൈവ സാന്നിധ്യത്തിനെ കൊണ്ടുവരും. നിങ്ങൾ അതുപോലെ നമ്മളിപ്പോ ആ ഗലീല കടപ്പുറത്ത് കർത്താവിന്റെ കൂടെ നിൽക്കുക. ആർക്കൊക്കെ ആവശ്യങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്, നിങ്ങളെന്ത് തൊട്ടെ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് കർത്താവിന് കൊടുത്തിട്ട് ഒന്ന് തൊട്ടു നോക്കിയേ. കർത്താവിനെ, എന്റെ കർത്താവേ, എന്റെ പല വർഷങ്ങളായിട്ട് എനിക്കൊരു വിടുതൽ കിട്ടുന്നില്ല. ഞാൻ പലതും ആഗ്രഹിച്ചിട്ടും എനിക്ക് നടക്കുന്നില്ല, എനിക്ക് മുന്നേറാൻ കഴിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ എന്നെ വിടിവിക്കുവാൻ ആരുമില്ല കർത്താവേ, നീ മാത്രമാണ് എന്ന് പറഞ്ഞെന്ന് ആ തിരക്കിന്റെ ഇടയിൽ കൂടെ ആരും കാണാതെ ആ തിരക്കിന്റെ ഇടയിൽ കൂടെ ഒന്ന് ചെന്ന് ആ കർത്താവിന്റെ വസ്ത്രത്തിലോ കർത്താവിന്റെ ശരീരത്തിലോ ഒന്ന് തൊടുവാൻ നിങ്ങളുടെ കരം ഒന്ന് നീട്ടിയാട്ടെ. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവിനെ ഒന്ന് കൊണ്ടുവരുവാൻ, കർത്താവിനെ ഒന്ന് ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നാട്ടെ. കർത്താവെ, നീ എന്റെ ഉള്ളത്തിലേക്ക് ഇറങ്ങി വരണമേ, എന്റെ ഉള്ളത്തിൽ വന്ന് രാജാവായി വാഴണമേ കർത്താവെ. ഹല്ലേലൂയ. ഈ ശരീരം ഒരു ആലയമാക്കി ഞാൻ തീർത്ത് തരാൻ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാട്ട ചുളുക്കം സകല അശുദ്ധികളും നീക്കി കർത്താവെ. ഹല്ലേലൂയ. എന്റെ ഉള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരണേന്ന് നമ്മൾ ദൈവത്തോട് ആവശ്യബോധത്തോട് നമ്മൾ ദൈവത്തോട് പറയുകയാണെങ്കിൽ ദൈവം അത് കേൾക്കണം. ഈ വചന ഹൃദയത്തിനകത്ത് നിറയുമ്പോഴേ, അത് നമ്മുടെ വായ് വഴി പുറത്തേക്ക് വരുമ്പോഴേ ആ വചനത്തിന് ജീവൻ വെക്കത്തുള്ളൂ. ആ വചനമാണ് നമ്മളെ വിടുവിക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമ്മളെ വിടുവിക്കുന്നത്. ആ വചനം നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ഉരുവിടുമ്പോൾ, ആ വചനം നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും വചനം നമ്മൾ ഉരുവിടുമ്പോൾ ആ വചനം നമ്മളെ വിടുവിക്കും. ഓരോ സെക്കൻഡും നമ്മളെ വഴി നടത്തുന്ന ദൈവത്തിന്റെ ഈ മാറ്റമില്ലാത്ത വചനമാണ്. അപ്പം എന്നെ അതുപോലെ എന്റെ ഹൃദയത്തിനകത്ത് അന്നൊരു വലിയ സന്തോഷം തന്നു. ഇത്രയും പേര് തൊട്ടിട്ടും ഇത്രയും പേര് കർത്താവിന്റെ കൂടെ നടന്നിട്ടും ഇവരാർക്കും പലരും അത്ഭുതം കാണാനായിരുന്നു. ദൈവം എന്ത് ചെയ്യുന്ന, പിന്നെ ദൈവത്തിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ. അതുപോലെ പലരും വരുന്ന എന്തൊക്കെ കുറ്റം അവിടെ നടക്കുന്നു എന്ന് അവിടെ ദൈവത്തിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ ദൈവം അത്ഭുതം ചെയ്യുന്നത് കാണാൻ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ആവശ്യബോധത്തോട് വന്ന് ആ രക്തസ്രാവക്കാരിയിൽ മാത്രമാണ് അവിടെ ഒരു ദൈവപ്രവൃത്തി നടന്നത്. അപ്പൊ നമ്മൾ എപ്പോ ആലയത്തിൽ വന്നാലും നമുക്കൊരു ആവശ്യബോധം ഉണ്ടാകും. കർത്താവ്, ഞാൻ ഇന്ന് വരുന്നത്, നമ്മൾ ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നമേ കർത്താവ് നമ്മളെ കാണുന്നു, നമ്മൾ ഇറങ്ങാൻ പോവുകയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ ദൈവത്തോട് അവിടെ വെച്ചേ ചോദിക്കണം, കർത്താവെ, ഞാൻ ആലയത്തിലേക്ക് പോവുകയാണ്, എനിക്ക് ആവശ്യമുള്ളത് ഇന്ന് തരണേ. നിങ്ങൾ അങ്ങനെ ഒരു ദിവസം അല്ലെ അടുത്ത പ്രാവശ്യം വരുമ്പോ അങ്ങനെ ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വന്നേ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തന്നെ ഇവിടെ ദേവദാസന്മാർ വചനമായി എടുത്ത് നിങ്ങളോട് സംസാരിക്കും. എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ച് ദൈവത്തോട് പറയുന്നത് അതേ ദൈവാത്മാവ് തന്നെ ഇവിടെ നിൽക്കുന്ന ദേവദാസന്മാരെ മേലും വ്യാപരിക്കുന്നത്. ഒരേ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പം ദൈവം നമ്മളോട് എപ്പോഴും ഇടപെടും. നമ്മൾ ആഗ്രഹത്തോട് എപ്പോഴായാലും നമുക്ക് ആഗ്രഹം ഉണ്ടാകണം. ദൈവമേ, എനിക്കൊരു വിടുതൽ വേണം. നമുക്കൊരു വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറെ നാളത്തേക്ക് തിരിയത്തില്ല. അതാ നമ്മുടെ തന്നെ എന്റെ ഉൾപ്പെടെ കുഴപ്പമില്ല. ഒരു വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറെ നാളത്തേക്ക് പിന്നെ അടുത്തൊരു വിടുതലിന്റെ ആവശ്യം വരണം. എന്നാലേ കർത്താവിനെ അന്വേഷിക്കത്തുള്ളൂ. ഓരോ ദിവസവും നമുക്ക് വിടുതൽ വരണം. എന്ന് വെച്ചാൽ നമ്മൾ ദുഷ്ടന്റെ ലോകത്താ. അവൻ നമ്മളെ എങ്ങനെയെല്ലാം ഞെക്കാവോ, എങ്ങനെയെല്ലാം പിഴിയാവോ, അതുപോലെ നിങ്ങൾ കരിമ്പ് ജ്യൂസ് കണ്ടിട്ടുണ്ടോ? കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ? പക്ഷെ ആ കരിമ്പ് ജ്യൂസിന്റെ പുറവില് ആ കരിമ്പിനെ എങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് വെറും ചക്ക പോലെ, വേറെ ഒന്നുപോലും അതിനകത്ത് ഒരു തുള്ളി ചാറ് പോലും ഇല്ലാത്ത ആ പരുവത്തിലാക്കുമ്പോഴാണ് ദുഷ്ടൻ നമ്മളെ ഇങ്ങോട്ട് വിടുന്നത്. ആ പരുവത്തിലായ നമ്മളാ അവസാനം കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുന്നത്. യൗവനക്കാരായിട്ട് ആരെങ്കിലും കർത്താവിനെ അറിയാൻ വരുന്നുണ്ടോ? നല്ല ചോര നീരുമായിട്ട് ആരും വരുന്നില്ല. പക്ഷെ 45, 50 എല്ലാം രോഗം ബാധിച്ച് എണ്ണിക്കാൻ വയ്യാതെയും പല രോഗത്തിലും പല പ്രശ്നത്തിലും ആകുമ്പോഴാണ് അവസാന നിമിഷം നമ്മുടെ യൗവനകാലം മുഴുവനും പിശാചിന്റെ ദുഷ്ടന്റെ കയ്യിൽ നമ്മളെ കൊടുത്തിട്ട് അവൻ പിഴിഞ്ഞെടുത്തിട്ട് വെറും കൊന്ത് മാത്രമാക്കി പുറത്തേക്ക് വിടുമ്പോ ആ കൊന്തിനെയാണ് ദൈവം പിന്നെയും ജീവൻ വെപ്പിക്കുന്നത്. നമ്മുടെ ദൈവം എത്ര ഇതാണെങ്കിലും നമ്മള് കണ്ണുനീരോട് ആവശ്യത്തോട്, കർത്താവേ, നീ എന്റെ അടുത്തേക്കൊന്ന് വരണേ, നിന്നെ ഞാനൊന്ന് തൊടട്ടെ,
എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. നമ്മുടെ എന്തെല്ലാം ആവശ്യമാണെങ്കിലും, എത്ര വലിയ രോഗമാണെങ്കിലും അതിനെ മാറ്റാൻ കർത്താവിന് കഴിയും. വൈദ്യന്മാരാലെ കഴിയത്തിലായിരിക്കാം, പക്ഷേ അത് കർത്താവിന് കഴിയും. കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. എന്തെന്ന് വെച്ചാൽ സകലതും സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തിന് കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിന്റെ അളവ് എല്ലാ ദിവസവും വർദ്ധിച്ചു വരണം. വർദ്ധിച്ചു വരുമ്പോഴാണ് നമുക്ക് ദൈവത്തോടൊരു ബന്ധവും ദൈവമായിട്ടൊരു അടുപ്പം ഉണ്ടാകുന്നത്. അപ്പോഴേ നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് വരുത്തുള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിന് കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾ എത്ര പേര് കൊടുത്ത് ഹൃദയത്തെ കൊടുത്തപ്പോ നിങ്ങളുടെ ചിന്തക്കകത്ത് വേറെ കാര്യങ്ങൾ വന്നു? എന്താ എന്ത് വരും? എനിക്കറിയാം, നിങ്ങളുടെ ഹൃദയത്തിലെല്ലാം വേറെ ചിന്തകൾ വരും. ഹൃദയത്തിൽ നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ദൈവത്തിന് കൊടുക്കാൻ പറ്റത്തില്ല. എന്താന്ന് വെച്ചാൽ അതിനകത്ത് നിറയെ മുള്ളും പറക്കാരെയൊക്കെ കിടപ്പുണ്ട്, കുറെ അഴുക്ക് കിടപ്പുണ്ട്. ഇതെല്ലാം ശുദ്ധി ചെയ്യണം. ഇതൊന്നും ശുദ്ധി ചെയ്യാതെ വെറുതെ ഹൃദയം കൊണ്ട് കൊടുത്താൽ അവിടെ മേടിക്കത്തില്ല. അവിടെ മേടിക്കണതിന് നിർമ്മലമായ ഒരു ഹൃദയം വേണം. പക്ഷെ ഇന്നത്തെ ആവശ്യം എന്ന് പറയുന്നത്, നമ്മൾ വിശ്വാസത്തോടാണോ കർത്താവിനെ തൊടാൻ വന്നത്? നമ്മൾ ആവശ്യബോധത്തോടാണോ കർത്താവിനെ തൊടാൻ വന്നത്? എങ്കിൽ നമ്മുടെ ആവശ്യം ദൈവം കണ്ടിരിക്കും. എന്തെന്ന് വെച്ചാൽ രക്തസ്രാവക്കാരി ഹൃദയം ശുദ്ധീകരിച്ചിട്ടൊന്നുമല്ല അവിടെ അന്നേരം വന്നത്. രക്തസ്രാവക്കാരി ഒരു വിശ്വാസം അവക്ക് എന്തെന്ന് വെച്ചാൽ സകലതും അവളത് നഷ്ടപ്പെട്ട് 12 വർഷമായിട്ട് അവള് സമ്പാദിച്ചതും അവിടെ പൂർവികരിൽ കൊടുത്തതും സകലതും വൈദ്യന്മാർ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുത്ത്, എന്നിട്ടും അവർക്കൊരു വിടുതലില്ല. ഇസ്രായേൽക്കാരുടെ ആ പണ്ടത്തെ രീതി വെച്ച് നോക്കിയാൽ രക്തസ്രാവമുള്ള ഒരു സ്ത്രീ പുറത്തിറങ്ങാൻ പാടില്ല, ആ വെളിയിൽ 4 ആൾ കൂടുന്നിടത്ത് നിൽക്കാൻ പാടില്ല. അങ്ങനെയുള്ളിടത്താണ് അനേകര് 12,000 പേര് നിൽക്കുന്നതിന്റെ ഇടയിലേക്ക് ഇവൾ കടന്നു വന്നത്. ധൈര്യത്തോടെ, നമുക്കിന്ന് ധൈര്യത്തോടെ ഇറങ്ങാൻ പറ്റുന്നുണ്ടോ? ധൈര്യത്തോടെ പൗരോഹിത്യത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്നുണ്ടോ? കർത്താവിനെ നോക്കി ഇറങ്ങി വരാൻ പറ്റുന്നില്ല. ആ ഒരു ധൈര്യം നമ്മൾ കാണിക്കണം. സഹോദരിയോടാ, സഹോദരിക്ക് ഇപ്പൊ ഞാൻ അവിടെ പ്രാർത്ഥിക്കുമ്പോഴും സഹോദരി ഭയപ്പെടുന്നുണ്ട്. സഹോദരിയോട് ദൈവാത്മാവ് പറയുന്നത്, സഹോദരി ഇറങ്ങി വരിക, ധൈര്യത്തോടെ ഇറങ്ങി വരിക. ഞാൻ നിന്റെ കരം പിടിക്കാവുന്ന പറയുന്നത്. ധൈര്യമില്ലായ്മ അത് സഹോദരിയുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ ദൈവത്തോട് ചോദിക്കുക. കർത്താവിനെ കൊണ്ടേ കഴിയത്തുള്ളൂ നമ്മളെ വിടുവിക്കാൻ. ആ രക്തസ്രാവക്കാരി ഇറങ്ങി വന്നതുപോലെ അത്രയും പുരോഹിതന്മാരും ആ ജനവും